ബി.ജെ.പിയുടെ അല്ലെങ്കിൽ എൻ.ഡി.എയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നു. കാമരാജ് കോൺഗ്രസിന് 5 സീറ്റുകളാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ നിലവിൽ 2 സീറ്റുകൾ ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു സീറ്റും നൽകിയിട്ടില്ല. എന്തായാലും കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ വൈസ് ചെയർമാനുമായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നിലവിൽ എത്ര സീറ്റാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടോ ഇപ്പോൾ? അല്ല, ആവശ്യപ്പെട്ടത് 5. പക്ഷെ ഇന്ന് ഉപേക്ഷിച്ച് ചർച്ച ഇന്നലെ നമ്മൾ ചോദിച്ചാൽ 2 എണ്ണം അവരിന്നലെ പ്രഖ്യാപിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് 11 മണിക്ക് ഒരു ചർച്ചയുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടേ നമുക്കൊരു തീരുമാനം പറയാം. അതൃപ്തിയുണ്ട്, അതൃപ്തിയേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ അരുവിക്കരയും കോഴിക്കോടും ഒക്കെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് വിജയസാധ്യത ഉള്ള സീറ്റ് അല്ല എന്നുള്ളതാണ്. പാറശാല ഒരു വിജയസാധ്യതയുള്ള സീറ്റായിരുന്നു. പക്ഷേ ആ പാറശാല നൽകിയിട്ടില്ല. പാറശാല നമുക്ക് തരേണ്ടിയിരുന്നു. കാരണം 5 വർഷം കൊണ്ട് നമ്മൾ പ്രവർത്തിച്ച അവിടെ നമുക്ക് നല്ല ശക്തിയുള്ളതാണ്. അത് അംഗീകരിച്ചവര് ആ സീറ്റ് നമുക്ക് തരണമായിരുന്നു. ഇന്നലെ അത് പ്രഖ്യാപിച്ചു. അതിന് പകരം ഇനി അവരെന്താണ് ചിന്തിക്കണമെന്നൊന്നും അറിയാൻ കഴിയില്ല. ഇപ്പോ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റയ്ക്ക് ഭരണത്തിൽ വരാനുള്ള ശ്രമത്തിലാണ്. അത്ര സീറ്റ് കിട്ടുമെന്നാണ്. അങ്ങനെ മുന്നണിയിലെ ഘടകകക്ഷികളെ കൂടെ ചേർത്ത് നിർത്തുന്നില്ലെന്നാണോ? മുന്നണി ഘടകകക്ഷികളെ അവർക്ക് വോട്ടിടാൻ വേണ്ടി ചേർത്ത് പിടിച്ചാൽ പോരല്ലോ. ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണം. ഇതങ്ങനെയല്ല. 10-20 വർഷം കൊണ്ട് നിൽക്കുന്ന പല ഘടകകക്ഷികൾക്കും കാലാകാലം ബി.ജെ.പിക്ക് വോട്ടിടുന്ന ജോലി മാത്രമാണുള്ളത്. അത് തന്നെ തുടരുകയാണ്. ഇപ്പൊ ഉപേക്ഷിച്ച് ചർച്ചയിലായിരുന്നാലും അവർക്ക് ഇപ്പൊ ചില സീറ്റുകൾ തരാം. നമ്മൾ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ തൃപ്തനല്ല. സ്വാഭാവികമായിട്ട് ഒരു സാമൂഹ്യ നീതി ഉണ്ട് രാഷ്ട്രീയത്തിൽ. ആ നീതി അവർ നടപ്പാക്കുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങളിന്ന് ഉപേക്ഷിച്ച് ചർച്ച ഉചിതമായി ഞങ്ങളെ പരിഹരിക്കുമെന്ന് തോന്നുന്നു. ഇല്ല, സംസ്ഥാന കമ്മിറ്റി ഉണ്ട്. 2:30-3 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഒന്നുകൂടി ഒന്ന് വിലയിരുത്തും. പരിഗണിച്ചില്ലെങ്കിൽ അല്ല, ഞങ്ങൾ ഇന്ന് തന്നെ സംസ്ഥാന കമ്മിറ്റി കൂടെയല്ലേ, പരിഗണിക്കുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വലിയ പാർട്ടിയല്ലേ ബി.ജെ.പി. അവർക്ക് 70 സീറ്റിൽ കൂടുതൽ മത്സരിക്കാൻ വേണമല്ലോ. അപ്പൊ ഞങ്ങൾ 2-3 സീറ്റ് കൂടി കൊടുത്താൽ അതും കൂടി മത്സരിച്ച് അവർ 73 ആയിക്കോട്ടെ എന്ന് ചിന്തിക്കും. അടുത്ത നിലപാടിലേക്ക് പോകും. അല്ല, അതല്ലേ അവര് 70 സീറ്റ് കൊണ്ട് ഭരണത്തിന് ഞങ്ങളൊരു 3 സീറ്റ് കൂടി അവർക്ക് വേണേ അതുകൂടി കൊടുത്ത് 73 ആയിട്ട് അവർ ഭരിക്കട്ട്. അതായത് മുന്നണി വിടുമെന്നാണോ? അല്ല, അത് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യും. ഞങ്ങൾ നിൽക്കുന്ന മുന്നണിയെ കുറിച്ച് ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ട് അത് ചർച്ച ചെയ്യണം. എന്തായാലും നിലവിൽ ഈ സീറ്റുകൾ ചോദിച്ചത് ലഭ്യമായില്ലെങ്കിൽ ഒരു കടുത്ത നിലപാടിലേക്ക് പോകാൻ തന്നെയാണ് കാമരാജ് കോൺഗ്രസിന്റെ തീരുമാനം. ന്യൂസ് റീഡർ 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.